എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു ഫിനാൻഷ്യൽ ഇയറും 2024-25 ഫിനാൻഷ്യൽ ഇയറും അവസാനിക്കാൻ പോവുകയാണ്. ഇന്ന് ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനത്തെ ദിവസമാണ്. നാളെ മുതൽ, അതായത് പുതിയ ഫിനാൻഷ്യൽ ഇയർ മുതൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്നാമതായി നമുക്കറിയാം, നമ്മളുടെ ഇൻവോയ്സിൻ്റെ സീരിയൽ നമ്പർ നമ്മൾ 1 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഓരോ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻവോയ്സ് നമ്പർ 1 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അത് നാളെ മുതൽ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഈ 24-25 ഫിനാൻഷ്യൽ ഇയറിൽ 5 കോടിക്ക് മുകളിലാണ് നിങ്ങളുടെ ടേൺ ഓവർ എങ്കിൽ, നിങ്ങൾ GST ടേൺ ഓവർ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഇൻവോയ്സ് 1/4/2025 മുതൽ നിങ്ങൾക്ക് ഈ ഇൻവോയ്സ് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമ്മളുടെ ടേൺ ഓവറൊക്കെ നോക്കുക, 5 കോടിക്ക് മുകളിലാണ് നമ്മളുടെ ടേൺ ഓവർ എങ്കിൽ നിർബന്ധമായും നാളെ മുതൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇൻവോയ്സിങ് നമുക്ക് അപ്ലിക്കബിൾ ആകും. അപ്പോൾ നിർബന്ധമായും ഈ ഇൻവോയ്സിങ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി മൂന്നാമത്തെ കാര്യം, നമുക്കറിയാം പാർട്ട്ണർഷിപ്പ് ഫേമാണ് നിങ്ങൾ നടത്തുന്നത് എങ്കിൽ ഈ 1/4/2 അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ പാർട്ട്ണർഷിപ്പിൽ TDS, അതായത് നിങ്ങളുടെ പാർട്ട്നേഴ്സിന് സാലറി, റെമ്യൂണറേഷൻ, കമ്മീഷൻ, ഇൻട്രസ്റ്റ്, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ബോണസ്, ഇതൊക്കെയാണ് നിങ്ങളുടെ പാർട്ട്നേഴ്സിന് നിങ്ങൾ കൊടുക്കുന്നത് എങ്കിൽ ഒരു വർഷം 20,000 രൂപക്ക് മുകളിലാണ് അത് എങ്കിൽ, അതായത് റെമ്യൂണറേഷൻ ആയാലും സാലറി ആയാലും കമ്മീഷൻ ആയാലും ഇൻട്രസ്റ്റ് ആയാലും ബോണസ് ആയാലും 20,000 രൂപയിൽ കൂടുതൽ നിങ്ങളുടെ പാർട്ട്നേഴ്സിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 10% സെക്ഷൻ 194T പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 10% നിങ്ങൾ ഡിഡക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ മുതലാണ് അത് അപ്ലിക്കബിൾ ആകുന്നത്. അപ്പോൾ നിർബന്ധമായും അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഇത് നിങ്ങൾ ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് കമ്പനിക്ക് ഒരു ലോൺ പ്രൊവൈഡ് ചെയ്തു, അത് റീപേയ്മെൻ്റ് ആണെങ്കിൽ എന്ത് അപ്ലിക്കബിൾ അല്ല, TDS അപ്ലിക്കബിൾ അല്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പാർട്ട്നേഴ്സ് നമ്മൾ എന്ത് ചെയ്തു, ഒരു 1 lakh rupees അയാൾ തന്ന ലോണിന് നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യുകയാണെന്ന് കരുതും. അപ്പോൾ ഒരു 80,000 ആ ലോണിൻ്റെ റീപേയ്മെൻറ്റും 20,000 രൂപ ഇൻട്രസ്റ്റും ആണെങ്കിൽ ഈ 20,000 എന്ത് അപ്ലിക്കബിൾ ആണ്, TDS അപ്ലിക്കബിൾ ആണ്. അപ്പോൾ തീർച്ചയായും 1/4/2025 മുതലാണ് ഇത് അപ്ലിക്കബിൾ ആകുന്നത്. അപ്പോൾ തീർച്ചയായും അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നീട് ഇന്നത്തെ കാര്യം മറക്കരുത്, 31 മാർച്ച് ഈ ഡേറ്റിനാണ് കോമ്പോസിഷൻ സ്കീമിലേക്ക് നമുക്ക് പോകണമെങ്കിൽ, നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇന്നാണ് അതിൻ്റെ അവസാന തീയതി. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ എക്സ്പോർട്ട് സെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായും ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഫർണിഷ് ചെയ്യേണ്ട അവസാന തീയതിയും ഇന്നാണ്. അപ്പോൾ നിർബന്ധമായും LUT ഫർണിഷ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് ചെയ്യുക, LUT ഫർണിഷ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ എന്തും കൂടി ചെയ്യണം, കോമ്പോസിഷൻ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമോ നിങ്ങൾക്ക് പറ്റുമോ ഉണ്ടെങ്കിൽ, അങ്ങനെയാണ് നിങ്ങൾക്ക് പോകണമെങ്കിൽ ഇന്നാണ് അതിൻ്റെ അവസാന തീയതി അടുത്ത വർഷം കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാനുള്ളത്. കോമ്പോസിഷൻ എന്താണെന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, ഇനി ഇന്നാണ് ആംനസ്റ്റി സ്കീം, അതായത് 2017, 18, 18, 19 ഈ 3 ഫിനാൻഷ്യൽ ഇയറിൻ്റെ സെക്ഷൻ 128A പ്രകാരമുള്ള ആംനസ്റ്റി സ്കീമിൻ്റെ ടാക്സ് അടക്കാനുള്ള അവസാന തീയതി ഇന്നാണ്, 31 മാർച്ചാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, അപ്പോൾ എല്ലാം കറക്റ്റായി ചെയ്യുക. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.